നമസ്കാരം. ഇന്ന് ജനറൽ വർക്ക്ഷോപ്പിൽ പ്രധാനപ്പെട്ട സെക്ഷനുകളിലൊന്നായിട്ടുള്ള വെൽഡിംഗ് എന്ന സെക്ഷനെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങളും പരിചയപ്പെടുത്തലുമാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മെറ്റൽ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ടെങ്കിലും പെർമനൻറ്റ് പെർഫെക്റ്റുമായിട്ടുള്ള ജോയിൻ്റ് ഉണ്ടാക്കുന്നതിന് ഉള്ള ഒരു നൂതന സങ്കേതമാണ് വെൽഡിംഗ്. പണ്ട് കാലത്ത് കൊല്ലപ്പണിശാലയിൽ മെറ്റലിൻ്റെ അഗ്രങ്ങൾ ചൂടാക്കി അതിൻ്റെ പ്ലാസ്റ്റിക് പരുവത്തിലാക്കിയതിന് ശേഷം, റെഡ് ഹോട്ട് പരുവത്തിലാക്കിയതിന് ശേഷം അടിച്ച് യോജിപ്പിച്ചിട്ടാണ് വെൽഡിംഗ് നടത്തുന്നത്. അതിനെ നമ്മൾ ഫോർജ് വെൽഡിംഗ് എന്ന് പറയും. പിന്നീട് ഇലക്ട്രിസിറ്റിയുടെയും മറ്റും ഉപയോഗങ്ങൾ വന്നതോടുകൂടി വിവിധ തരത്തിലുള്ള വെൽഡിംഗ് ശാഖകൾ രൂപപ്പെടുകയും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെൽഡിംഗ് പ്രക്രിയകൾ നടക്കുകയും ചെയ്തു. നമ്മൾ ദൈനംദിനം കാണുന്ന പല വസ്തുക്കളുടെയും വെൽഡിങ്ങുകൾ നമ്മൾ അറിയപ്പെടാതെ തന്നെ ഇരിക്കുന്നതുമുണ്ട്. ജസ്റ്റ് നമ്മുടെ ഇൻട്രക്ഷന് വേണ്ടി കാണിക്കുന്നത് തന്നെ ലേസർ വെൽഡിംഗ് ആണ് കാണുന്നത്. ചെറിയ പദാർത്ഥങ്ങൾ തൊട്ട് വിവിധ വലിയ ജയൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വരെ വെൽഡിംഗ് നമ്മൾ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഷേവിംഗ് സെറ്റിൽ ഉപയോഗിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലേഡിൻ്റെ വെൽഡിംഗ് ഒരു ലേസർ വെൽഡിംഗ്. അപ്പോൾ അതുമുതൽ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ഷിപ്പിൻ്റെ വെൽഡിംഗ് വരെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ബന്ധപ്പെട്ടു പോകാറ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ പരാമർശിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്മിത്തി അഥവാ ബ്ലാക്ക് സ്മിത്ത് ഉപയോഗിക്കുന്ന ഫോർജ് വെൽഡിംഗ് എന്ന പ്രക്രിയയാണ്. വർക്ക് പീസുകളുടെ അഗ്രങ്ങൾ അടിച്ച് പ്രത്യേക ഷേപ്പിലാക്കി അതിനെ റെഡ് ഹോട്ട് പരുവത്തിൽ ചൂടാക്കിയ ശേഷം ഹാമർ ഉപയോഗിച്ച് ഹാമറിങ് നടത്തിയാണ്. ഇത് ഇതര പ്രഷർ വെൽഡിംഗ് ആണ്. കൺവെൻഷണൽ വെൽഡിംഗ് ആണ് പ്രഷർ വെൽഡിംഗ്. ഇതിൽ നൂതനമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയോ ട്രാൻസ്ഫോർമറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അടുത്തത് ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് അക്രോസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് എ പ്ലേറ്റ് ടു ബി വെൽഡഡ് ആൻഡ് പ്രൊഡ്യൂസ് ഇനോർമസ് ഹീറ്റ്. അതൊരു ചെറിയൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് വെറുതെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുമ്പോഴാണ് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അതേ സമയത്ത് ഒരു മെയിൻറ്റെയിൻ അപ്രോക്സിമേറ്റ് 3 mm ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു അയോൺ മീഡിയം ഉണ്ടാവുകയും അതിനിടയിലൂടെ ഇലക്ട്രോൺ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ഹീറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ആ ഹീറ്റ് ഉപയോഗിച്ച് ആ ഇലക്ട്രോഡും ആ വർക്ക് പീസും ഉരുക്കി തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സാധാരണ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. അവിടെയുള്ള അയണൈസേഷൻ ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ഗ്യാപ്പാണ്. അതിനിടയ്ക്കുള്ള അറ്റ്മോസ്ഫിയറിക് ആ പോർഷനിലാണ് ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ്. വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്നത് AC വെൽഡിംഗ് മെഷീനുണ്ട്, DC വെൽഡിംഗ് മെഷീനുണ്ട്. AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കറണ്ട്, DC ഡയറക്റ്റ് കറണ്ട്. AC നമ്മൾ ട്രാൻസ്ഫോർമർ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ കറണ്ട് കൂട്ടുകയും വോൾട്ടേജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കറണ്ടാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന AC ഉപയോഗിക്കുന്ന ഉപകരണമാണ് AC സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. DC നമ്മൾ ഈ വോൾട്ടേജ് വേരിയേഷൻ വരുത്തുകയും അതോടൊപ്പം തന്നെ AC DC ആക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നുകിൽ റെക്ടിഫയർ ഉപയോഗിച്ച് AC DC ആക്കണം, അല്ലെങ്കിൽ DC ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നടത്താം. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ലീഡ് നമ്മുടെ വർക്ക് പീസിലേക്കും അതിനെ എർത്ത് എന്ന് പറയും. മറ്റേ ലീഡ് ഇലക്ട്രോഡ് ഹോൾഡറിലേക്കും. ഇലക്ട്രോഡ് ഹോൾഡറിൽ ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയ്ക്ക് ആർക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ ചൂടുണ്ടാക്കി മെറ്റൽ ഇടുക്കുകയും ചെയ്യുന്നതാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. ഇനി സാധാരണ വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഗ്യാസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിംഗ് നമ്മൾ കേട്ട് പരിചയമുണ്ട്. അതിന് നമ്മൾ ഓക്സി അസറ്റിലീൻ ഫ്ലെയിമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സി ഹൈഡ്രജൻ ഉണ്ട്, പ്രഷർ ഗ്യാസ് ഉണ്ട്. ഇങ്ങനെ വിവിധ തരം ഗ്യാസ് ഉപയോഗിച്ചിട്ടുണ്ട് വെൽഡിംഗ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിംഗ് കാർബൺ ആർക്ക് വെൽഡിംഗ് ആണ്. പണ്ടത്തെ പരമ്പരാഗത വെൽഡിംഗ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ ഇലക്ട്രോഡ് ഉപയോഗിക്കും. പണ്ടത്തെ തിയേറ്ററുകളിലൊക്കെ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ശക്തിയേറിയ പ്രകാശം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാർബൺ ഇലക്ട്രോഡ് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത്
അതിശക്തമായിട്ടുള്ള പ്രകാശം ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ അതേപോലുള്ള കാർബൺ ഇലക്ട്രോഡ് ഉപയോഗിച്ച് മെറ്റലിൽ ആർക്കുണ്ടാക്കുമ്പോൾ അവിടെ വൻതോതിലുള്ള ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയും മെറ്റൽ ഉരുകി അവിടെ ജോയിൻ്റ് ആവുകയും ചെയ്യും. ആ സമയത്ത് ഫില്ലർ റോഡ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതാണ് കാർബൺ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ തിയേറ്ററിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. മറ്റൊന്ന് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആർക്ക് വെൽഡിംഗ് ആണ്. അത് ഷീൽഡ് ആർക്ക് വെൽഡിംഗ്. പിന്നീട് നമ്മൾ ടങ്സ്റ്റൺ ഗ്യാസ് ആൻഡ് ടെൻഷൻ ആർക്ക് വെൽഡിംഗ്. ടെൻഷൻ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ചുള്ള വെൽഡിംഗാണ് ടങ്സ്റ്റൺ ടിഗ് വെൽഡിംഗ് നമ്മൾ സാധാരണ പറയും. പിന്നീട് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്ന അലസവാതകങ്ങൾ. നമ്മുടെ പീരിയോഡിക് ബ്ലോക്കിലെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ഗ്രൂപ്പിലുള്ള വാതകങ്ങൾ മുഴുവൻ പിന്നെ റിയാക്ഷൻസ് കുറഞ്ഞ വാതകങ്ങളാണ്. ഹീലിയം, ലിഥിയം, ക്രിപ്റ്റോൺ, നിയോൺ, സീനോൺ, ആർഗൺ ഇങ്ങനെയുള്ള ആ വാതകങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇനർട്ട് ഗ്യാസാണ്. അത് നമ്മൾ ഇതിനൊക്കെ ഷീൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വാതകങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഫ്യൂവലായിട്ടല്ല, ഷീൽഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ വാതകങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വെൽഡിംഗ് ഡെപ്പോസിറ്റ് ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. 2 ടങ്സ്റ്റൺ ഇലക്ട്രോണിടയ്ക്ക് ഒരുതരം പ്ലാസ്മ ക്രിയേറ്റ് ചെയ്ത് ആ പ്ലാസ്മ ടെമ്പറേച്ചർ കൊണ്ട് അയണൈസേഷൻ ടെമ്പറേച്ചർ കൊണ്ട് മെറ്റൽ ഉരുകി ഉപയോഗിക്കുന്ന വെൽഡിംഗ് ആണ് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. അടുത്തത് റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് സാധാരണ ഇലക്ട്രോഡൊന്നും ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് അവിടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ മെറ്റൽ ചൂടാക്കി തമ്മിൽ യൂറ്റി പ്ലാസ്റ്റിക് സ്റ്റേജിലെത്തി പ്രഷറും കൂടി ചേർത്ത് ഇതൊരു തരം പ്രഷർ വെൽഡിംഗ് കൂടിയാണ്. അങ്ങനെയുള്ള വെൽഡിംഗ് ആണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഇത് സ്പോട്ട് വെൽഡിംഗ് സാധാരണ ഉപയോഗിക്കുന്ന സ്പോട്ട് വെൽഡിംഗ് ഉണ്ട്, സീം വെൽഡിംഗ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, ഫ്ലാഷ് ബട്ട്, റെസിസ്റ്റൻസ് ബട്ട്, ഹൈ ഫ്രീക്വൻസി റെസിസ്റ്റൻസ്, പെർക്യൂഷൻ വെൽഡിംഗ്. അത് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്, അതിന് കോൾഡ് വെൽഡിംഗ്, എക്സ്പ്ലോസീവ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, റോളർ, ഡിഫ്യൂഷൻ, ഫോർജ്, ഹോട്ട് പ്രഷർ, അൾട്രാസോണിക് വെൽഡിംഗ്. തെർമോ കെമിക്കൽ വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, അല്ല റേഡിയന്റ് എനർജി വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, ലേസർ ബീം വെൽഡിംഗ്. ഇതിന് ഈ പറഞ്ഞ ഈ സെഷൻസ് എല്ലാം തന്നെ നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞു പോവാണ്. അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഫസ്റ്റ് തന്നെ കാർബൺ ആർക്ക് വെൽഡിംഗ് ഞാൻ പറഞ്ഞു. കാർബൺ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നു, ഫില്ലർ റോഡ് കൊടുക്കുന്നു, ഇവിടെ നടക്കുന്ന വെൽഡിംഗാണ് കാർബൺ ആർക്ക് വെൽഡിംഗ്. ഇനി DC ആർക്ക് വെൽഡിംഗ് എന്താണ്? ഡയറക്റ്റ് കറണ്ട് ആർക്ക് വെൽഡിംഗ്. ഈ DC ആർക്ക് വെൽഡിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 ലീഡ് ഉണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ ഒരു ടെർമിനലിൽ ടെമ്പറേച്ചർ കൂടുതലും ഒരു ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ചില സമയങ്ങളിൽ ചില പ്രത്യേക തിക്നെസ് ഉള്ള മെറ്റീരിയൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ മാറ്റി കൊടുക്കണം. അതിനെ നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറയും. റിവേഴ്സ് പൊളാരിറ്റി, സ്റ്റേറ്റ് പൊളാരിറ്റി എന്നൊക്കെ അതിന് പറയും. The DC machines are made up of capacitive range 600 amperes, 45 to 95 volts volt ഉണ്ടാവും. സ്റ്റേറ്റ് പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി. പൊളാരിറ്റി will affect the weld size and applications. എങ്ങനെയാണെന്ന് നോക്കാറ്. സ്റ്റേറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസ് പോസിറ്റീവ് ആയിരിക്കും, ഇലക്ട്രോഡോ നെഗറ്റീവ് ആയിരിക്കും. വർക്ക് പീസിൽ 67% ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രോഡിൽ അപ്പോൾ എത്ര ഉണ്ടാവും? 33% ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? വർക്ക് പീസ് ഉരുകില്ല, പകരം ഇലക്ട്രോഡ് ഉരുകി വർക്ക് പീസ് ഉരുകും. ഇതാണ് സ്ട്രെയിറ്റ് പൊളാരിറ്റിയുടെ ഡയഗ്രം. അതായിട്ട് പഠിക്കണം. വൈവുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. DC പവർ സപ്ലൈ ആയിരിക്കും നൽകുന്നത്. സാധാരണ ഒന്നുകിൽ AC ട്രാൻസ്ഫോമർ വെച്ച് റെക്ടിഫയർ വെച്ചിട്ട് DC ആക്കുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ DC ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് DC ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇത് ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോഡാണ്. അപ്പോൾ അതിനർത്ഥം വർക്ക് പീസിൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ചില സാഹചര്യത്തിൽ വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിവേഴ്സ് പൊളാരിറ്റി വേണം ഉപയോഗിക്കാൻ. കാരണം അല്ലെങ്കിൽ വർക്ക് പീസ് കത്തിപ്പോകും. അപ്പോൾ വർക്ക് പീസ് കത്തിപ്പോവാത്ത തിന്നായിട്ടുള്ള മെറ്റീരിയൽസോ ഷീറ്റുകളോ വെൽഡ് ചെയ്യാൻ റിവേഴ്സ് പൊളാരിറ്റിയാണ് ആപ്ലിക്കാൻ. കാരണം അതിന് ഇലക്ട്രോണിക് തിക്നെസ് കൂടുതലായിരിക്കും, വർക്ക് പീസിന് തിക്നെസ് കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതാണ് റിവേഴ്സ് പൊളാരിറ്റി. അപ്പോൾ പൊളാരിറ്റി ചേഞ്ചസ് പഠിച്ചിരിക്കണം. നല്ലൊരു ഭാവിയിൽ അറിഞ്ഞിരിക്കുന്ന സമയം. അടുത്ത മിഗ് വെൽഡിംഗ്, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്
ഇത് ഉപയോഗിക്കുന്നതിന് ഇലക്ട്രിക് ട്രാൻസ്ഫോമർ DC ട്രാൻസ്ഫോമർ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇലക്ട്രോഡ് ഫില്ലർ റോഡ് കണ്ടിന്യൂസ് ആയിട്ട് സ്പൂളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് മെറ്റൽ ഇലക്ട്രിക് വെൽഡിംഗ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇത് ചെയ്യുന്നുണ്ട്. റോഡ് ഉപയോഗിക്കുന്ന ഇത് ഗണ്ണിനകത്ത് ട്രിഗർ എന്ന് പറയാം. ട്രിഗറിൽ ആർഗൺ ഗ്യാസുകളോ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡോ വേണം ഷീൽഡിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം ഇലക്ട്രോഡ് ഉണ്ടാവില്ല, പകരം ഗ്യാസ് വേണം ഷീൽഡിങ് കൊടുക്കാൻ. അന്തരീക്ഷ വായുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ഗ്യാസ് ആയിരുന്നു. ഇതാണ് അതിൻ്റെ ലൈൻ ഡയഗ്രാം. DC പവർ സപ്ലൈ എൻ്റെ കൊടുത്തിരിക്കുന്നു ഈ സ്പൂള്. ഇതാണ് വർക്ക് പീസ്, എർത്ത് ക്ലാമ്പ്, വർക്ക് പീസ്, എൻ്റെ ടോർച്ച്. ഓക്കെ, അടുത്തത് ടിഗ് വെൽഡിംഗ് അഥവാ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ്. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ടങ്സ്റ്റൺ ആണ്. ഇത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഇവിടെ ഫില്ലർ റോഡ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. പിന്നെ ഗ്യാസ് പാസേജസ് ഉണ്ട്. ആർഗൺ വാതകമായിരിക്കും ഇത് കൊടുക്കുക. വെൽഡിംഗ് വെച്ച് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ചിത്രം. ടിഗ് വെൽഡിങ്ങിൻ്റെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ഇത് പൈപ്പ് വെൽഡ് ചെയ്തതാണ് ടിഗ് വെൽഡിങ് നടത്തിയാണ്. എൻ്റെ ചിത്രമായി കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടിഗ് വെൽഡിംഗ് മെഷീൻ്റെ യഥാർത്ഥ ചിത്രം. ഇത് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. വലിയ തോതിൽ 2 വർക്ക് പീസ് നമ്മൾ ജോയിൻ ചെയ്യണം. ഷിപ്പിലും അതുപോലെ തന്നെ ബാർജിലൊക്കെ വർക്കുകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് മെറ്റൽ റോഡ് ഫില്ലർ റോഡ് അതിലേക്ക് ചെന്നിരിക്കും. ഇതിലേക്ക് ഒരു ടെർമിനലായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കും. ഉരുകിയ മെറ്റലോടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിന് 2 കവറിങ് കൊടുക്കും. എന്നിട്ട് ഈ കവറിങ് ചൂടാവാതിരിക്കാൻ വാട്ടർ സപ്ലൈ കണക്ഷനും അതിലേക്കുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇത് സബ്മർജഡ് ആർക്ക് വെൽഡിംഗ്. സബ്മർജഡ് ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലക്സുകൾ പൗഡർ പരുവത്തിൽ ഗ്രാന്യൂൾസ് ആയിട്ട് ഹോപ്പറിലൂടെ വന്നിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും ഇലക്ട്രോഡ് ഉണ്ടാവുക. അവിടെ തന്നെ ആർക്കുണ്ടായി ഇതാവും. അപ്പോൾ നേരിട്ട് നമുക്ക് ഫ്ലെയിം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് സബ്മർജഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സബ്മർജഡ് ആർക്ക് വെൽഡിംഗ് നടത്തുന്ന സമയത്ത് എക്സസ് വരുന്ന ഈ പൗഡർ വേറൊരു ഇതുവഴി മുകളിലേക്ക് തന്നെ തിരിച്ചു പോയി ഹോപ്പറിലേക്ക് തന്നെ പോകും. ഗ്രാനുലാർ ഫ്ലക്സ് ആണ് ഇതിന് യൂസ് ചെയ്യുക. മെറ്റലൊരിക്കൽ ഡ്രോപ്ലെറ്റ് ആയിട്ട് വീഴുന്നു. ഇതാണ് വെൽഡ് ഡെപ്പോസിറ്റ്. ഇത് സോൾഡിഫൈഡ് ചെയ്ത സ്ലാഗ്. ഇതിൻ്റെ മുകളിലുള്ള ഡെപ്പോസിറ്റ് പൊടി അത് എക്സസ് ആയിട്ടുള്ളത്. അത് വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ സക്ക് ചെയ്ത് കൊണ്ടുപോകും. കോപ്പറിലായിരിക്കും ഇതിൻ്റെ ഫ്ലക്സ് എത്തിയിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി ഉള്ള നടക്കുന്ന വെൽഡാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കോപ്പറിന് ഫ്ലക്സ് വീണുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് വലിയ പൈപ്പാണ്. ഗ്യാസ് വെൽഡിങ്. എന്താണ് ഗ്യാസ് വെൽഡിങ്? നമ്മൾ സാധാരണ എല്ലാം ലോക്കൽ വർക്ക്ഷോപ്പുകളെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്യാസ് വെൽഡിങ്. ഗ്യാസ് വെൽഡിങ്ങിൽ ഓക്സിജൻ പിന്നീട് കത്തുന്നതിന് വേണ്ടി ബൂട്ടൈനോ അല്ലെങ്കിൽ അസറ്റ്ലീനോ ആണ്. അസറ്റ്ലീനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അസറ്റ്ലീൻ്റെ സിലിണ്ടർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നോക്കുമ്പോൾ ഓറഞ്ചോ മെറൂണോ അല്ലെങ്കിൽ ചുവപ്പോ നിറമായിരിക്കും ഉണ്ടാവുക. ഓക്സിജൻ്റെ ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും സാധാരണ, അല്ലെങ്കിൽ നീലയായിരിക്കും ഉണ്ടാവുക. ഇതാണ് വെൽഡിങ് ജോയിൻറ്റ്. ഇതിൻ്റെ വെൽഡിങ് ടോർച്ച് എന്ന് പറയും. പ്രഷർ റെഗുലേറ്ററുകൾ, ഫ്യൂവൽ ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, നീഡിൽ വാൽവുകൾ. നീഡിൽ വാൽവ് ഉപയോഗിക്കുന്ന ടോർച്ചിലാണ്. സിലിണ്ടർ അതിൻ്റെ ഓക്സിജൻ സിലിണ്ടർ, അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, എന്താണ് ഒരു ഫ്ലെയിം? ഫ്ലെയിമിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടോ? ഫ്ലെയിമിൻ്റെ ഭാഗങ്ങളായിരിക്കും. ടോർച്ചിൽ നിന്ന് ഫ്ലെയിം ഉണ്ടാകുന്ന സമയത്ത് ഫ്ലെയിമിൽ നമ്മൾ സാധാരണ തീപ്പെട്ടിക്കുള്ളിൽ നിന്ന് അടിച്ചിട്ടുള്ള ഉണ്ടാക്കുക ഒരുതരം ഫ്രിക്ഷണൽ ലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഫ്ലെയിം ചാർജ് ചെയ്യുക. ഇതിന് ഇന്നർ കോൺ എന്ന് പറയുന്ന പാർട്ടുണ്ട്. അതിന് അവിടെ 3040 ഡിഗ്രി മുതൽ 3300 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടാവും. അതൊരു പ്യൂർ വൈറ്റ് കളറായിരിക്കും. ഇവിടെ 2100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും, മഞ്ഞ ഓറഞ്ച് കളറുള്ളത്. ഇത് 2260 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും ഈ ഔട്ടർ ടെമ്പറേച്ചർ. ഇനി ടൈപ്സ് ഓഫ് ഓക്സി അസറ്റിലീൻ ഫ്ലെയിംസ് അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ഒന്നാണ്. ഫസ്റ്റ് ന്യൂട്രൽ ഫ്ലെയിം, സെക്കൻഡ് കാർബറൈസിങ് ഫ്ലെയിം, തേർഡ് ഓക്സിഡൈസിങ് ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിമിൽ നമുക്കറിയാം 1:1 അല്ലെങ്കിൽ 1:1.1% ഓക്സിജൻ അസറ്റിലീനുള്ള ഫ്ലെയിമാണ് ന്യൂട്രൽ ഫ്ലെയിം. സാധാരണ വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത് ന്യൂട്രൽ ഫ്ലെയിമാണ്. ഇത് സാധാരണ ഡെവലപ്പ് ചെയ്യുന്നത് 3600 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും, ചില 2200 വരെ ഔട്ടർ. ഇതാണ് സാധാരണ നമ്മൾ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലെയിം. രണ്ടാമത്തത് കാർബറൈസിങ് ഫ്ലെയിമാണ്. കാർബറൈസിങ് ഫ്ലെയിമിൽ നമ്മൾ എന്താണ് കൂടുതൽ ഓക്സിജൻ്റെ അളവിൽ അല്പം കുറവും അതോടൊപ്പം തന്നെ അസറ്റിലിൻ്റെ അളവ് കൂടുതൽ വരും. അങ്ങനെയുള്ള ഫ്ലെയിമാണ് കാർബറൈസിങ് ഫ്ലെയിം. കാർബറൈസിങ് ഫ്ലെയിം സാധാരണ വെൽഡിങ്ങിന് ഉപയോഗിക്കാറില്ല. പകരം മറിച്ച്
കാർബറൈസേഷൻ എന്ന് പറയുന്ന കേസ് ഹാർഡനിങ് പ്രോസസ്സിനാണ് സാധാരണ കാർബറൈസിംഗ് ഫ്ലെയിം. ഇത് ഓക്സിഡൈസിംഗ് ഫ്ലെയിമാണ്. ഓക്സിഡൈസിംഗ് ഫ്ലെയിമിന് 3300 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഏകദേശം ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാവും. ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിംഗ് ഫ്ലെയിമാണ്. ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഉപയോഗിച്ച് നമുക്ക് വലിയ ഹാർഡായിട്ടുള്ള മെറ്റൽ വെൽഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കട്ട് ചെയ്യാനും പറ്റും. കൂടുതൽ ഓക്സിജൻ, എക്സസ് ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടും ഈ ഫ്ലെയിം ഉപയോഗിക്കാം. അസറ്റ്ലീൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? കാർബൈഡ് എന്ന് പറയുന്ന കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതും ജലവുമായി ചേർത്തിട്ടാണ് നമ്മൾ അസറ്റ്ലീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അസറ്റ്ലീൻ ജനറേറ്റർ. നമ്മുടെ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ ഇതുപോലത്തെ അസറ്റ്ലീൻ ജനറേറ്റർ നമുക്ക് കാണാൻ പറ്റും, വർക്ക്ഷോപ്പിലും കാണാം. ഇത് ഗ്യാസ് കട്ടിംഗ് ആണ്. ഗ്യാസ് കട്ടിങ്ങിന് എക്സസ് ഓക്സിജൻ കൊടുത്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്ന സമയത്ത് മെറ്റൽ കട്ടാവുകയും അത് മെൽറ്റ് ചെയ്ത് താഴേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് കട്ടിങ് പ്രോസസ്സ് നടക്കുന്നത്. അതാണ് ഗ്യാസ് കട്ടിങ്. അടുത്ത റെസിസ്റ്റൻസ് വെൽഡിങ് അഥവാ സ്പോട്ട് ആൻഡ് സീം വെൽഡിങ്. രണ്ടിൻ്റെയും ലൈൻ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് വെൽഡിങ് നമുക്ക് കാണാം. DC AC പവർ സപ്ലൈയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നു. ഇതൊരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. ഇത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. ഇത് രണ്ടും ഇങ്ങനെ ടച്ച് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഈ രണ്ട് വെൽഡ് ചെയ്യേണ്ട രണ്ട് പീസ് ഇടയ്ക്ക് ഒരു ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുകയും അതൊരു പ്ലാസ്റ്റിക് സ്റ്റേജിലെത്തും. ആ സമയത്ത് ചെറിയ പ്രഷർ ഉണ്ടോ, ഫോഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. ചെറിയ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അകത്ത് ജോയിൻ്റ് ആവും. ഇതുപോലെ തന്നെ നമ്മൾ ട്യൂബുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ ട്യൂബിൻ്റെ ഷീറ്റ് ഇതുപോലെ വളച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ രണ്ട് കോണ്ടാക്ട്സ് കൊടുക്കും. ഇത് രണ്ടും ഇതാണ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ആർക്കല്ല ഒരു ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് പ്രഷർ കാരണം അത് ജോയിൻ്റ് ആവും. അങ്ങനെ ട്യൂബായിട്ട് മാനുഫാക്ചർ ചെയ്യാം. ഇതിൻ്റെ മറ്റു പിക്ചർ കാണാം. സ്പോട്ട് വെൽഡിങ് നടത്തിയിട്ടുള്ള സാധാരണ നമുക്കൊക്കെ കണ്ടുപരിചിക്കുന്ന സാധനമാണ്. ഒരു മഗ്, സ്റ്റീൽ മഗ്ഗാണ്. ഇതിൻ്റെ ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ രണ്ട് സ്പോട്ട് അടിച്ചിട്ടുണ്ട്. അത് സ്പോട്ട് വെൽഡിങ്, അത് ഇലക്ട്രിക് സ്പോട്ട് വെൽഡിങ്. അതുപോലെ MS പൈപ്പാണ്. MS-ൻ്റെ ഈ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത് സീം വെൽഡിങ് വഴിയാണ്. സീം വെൽഡിങ് വഴി ഉണ്ടാക്കിയിരിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇതൊരു കാറിൻ്റെ ബോഡി വർക്കാണ്. ഇതോടെ എല്ലാം നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഏതാണ്ട് 90% റെസിസ്റ്റൻസ് വെൽഡിങ്ങുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെൽഡിങ് ആൻഡ് സ്റ്റാമ്പിങ് തന്നെയാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം. അടുത്തത് പെർക്യൂഷൻ വെൽഡിങ് അഥവാ ഫ്ലാഷ് ബഡ് വെൽഡിങ്. നമ്മൾ ചെറിയ സാധനങ്ങൾ തന്നെ നേരിട്ട് ഇതുപോലെ തന്നെ വർക്ക് പീസുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് പ്രഷർ കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സപ്ലൈ കൊടുത്തിട്ട് കപ്പാസിറ്റർ ക്ലോസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഡിസ്ചാർജ് സംഭവിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഒരു ഫ്ലാഷ് ഡെവലപ്പ് ചെയ്യുകയും അതേ സമയത്ത് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് പൊട്ടിച്ചേർന്ന് ഒരു യൂണിറ്റായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ കോമ്പണൻറ്റ് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംവിധാനം ഇവിടെ ഉപയോഗിച്ചായിട്ട് കാണും. ഇതിനെ പെർക്യൂഷൻ വെൽഡിംഗ് എന്ന് പറയും. ഇത് നമ്മൾ റെയിൽവേയിൽ ഉപയോഗിക്കുന്ന ഒരു വെൽഡിങ്ങാണ് തെർമിറ്റ് വെൽഡിങ്. റെയിൽവേ പാളങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് എല്ലായിടത്തും സപ്ലൈ ഉണ്ടാവില്ല. ഇപ്പോൾ ഇലക്ട്രിക് ലൈൻ ആണെങ്കിൽ ഇപ്പോൾ അത് DC സപ്ലൈ ആണ്. 25,000 വോൾട്ട്. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഇത് ഇപ്പോൾ സാധാരണ 8 വോൾട്ട് ഉപയോഗിച്ചിട്ട് റെയിൽവേ പാളങ്ങൾ യോജിപ്പിക്കുന്ന മറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പകരം അവിടെ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു മൗൾഡ് ഫിറ്റ് ചെയ്യും. ചെയ്തിട്ട് ആ മൗൾഡിലേക്ക് മെറ്റൽ ഉരുക്കി ഒഴിക്കുന്നതിന് വേണ്ടി ഒരു ക്രൂസിബിളിൽ അലുമിനിയം ഓക്സൈഡും അതുപോലെ തന്നെ അതുപോലെ തന്നെ അയണിൻ്റെ ഓക്സൈഡുകൾ എല്ലാം കൂടി ചേർന്ന ഒരു മിക്സ്ചർ വെച്ചിട്ട് അത് ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് കത്തിപ്പടർന്ന് മെറ്റൽ ഉരുകിയിട്ട് ഈ മൗൾഡിലേക്ക് വരും. ഈ മൗൾഡ് സെറ്റാവുന്ന സമയത്ത് ഇവിടെ വെൽഡായി മാറുകയും ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയാണ് തെർമിറ്റ്. അതായത് ഇതിന് തെർമിറ്റ് മിക്സ്ചർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വെൽഡിങ്ങിന് തെർമിറ്റ് വെൽഡിങ് പറയുന്നത്. അപ്പോൾ റെയിൽവേ പാളങ്ങൾ വെൽഡ് ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. തെർമിറ്റ് വെൽഡിങ് നടത്തുന്നു. തെർമിറ്റ് മിക്സ്ചർ ഇവിടെ ഉണ്ട്. മൗൾഡ് താഴെ ഇരിക്കുന്നുണ്ട്. മൗൾഡിലേക്ക് തെർമിറ്റ് ക്രൂസിബിളിൽ നിന്ന് മെറ്റൽ ഉരുകി ചാടി അത് വെൽഡായി മാറും. ഇത് സെറ്റായി കഴിയുമ്പോൾ ഈ മൗൾഡ് തല്ലിപ്പൊടിച്ച് കളഞ്ഞു കഴിയുമ്പോൾ ഇന്ന് വയ്ക്കും. അതിനുശേഷം ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ സർഫേസ് ഫിനിഷാക്കി എടുക്കും. ഇതാണ് തെർമിറ്റ് വെൽഡിങ്. ഇനി വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഹാൻഡ് ടൂൾസ് ആണ്.
ലോക്ക് പ്ലെയേഴ്സ്, അതുപോലെ തന്നെ ചിപ്പിംഗ് ഹാമർ, വയർ ബ്രഷ്, വയർ കട്ടേഴ്സ്, ബോൾ പിൻ ഹാമർ, സെൻട്രൽ പഞ്ച്, കോൾഡ് ചിസൽ, ഇതെല്ലാം ഹാൻഡ് ടൂൾസുകളാണ്. ഇലക്ട്രോഡ് ഹോൾഡർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഇലക്ട്രോഡ് ഹോൾഡറുണ്ട്. ഫേസ് ഷീൽഡ്, ഹെൽമെറ്റ്, അതുപോലെ ഏപ്രൺ, ഗോഗിൾസ്, ഗ്ലൗസ്, ഇതെല്ലാം നിങ്ങളുടെ റെക്കോർഡിൽ ലോഗ് ബുക്കിൽ വളരെ വളരെ നന്നായിട്ട് വരച്ച് മാർക്ക് ചെയ്തതാണ് ഇതിൻ്റെ ഉപയോഗങ്ങളും എഴുതേണ്ടതാണ്. ഇത്രയാണ് നമ്മുടെ വെൽഡിങ്ങിൽ പഠിക്കാനുള്ളത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്ത് വളരെ നന്നായി ലോഗ് ബുക്കുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറായി